ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നമ്മളിപ്പോ യാത്ര പോകുമ്പോഴത്തേക്ക് ഇപ്പൊ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുന്നത് ഇപ്പൊ ആളുകളെ നോക്കി സ്ഥലങ്ങൾ നോക്കിയല്ലേ നമുക്ക്. അതെ അതെ, ഈ കിടക്കുന്ന സ്ഥലം നമുക്ക് നല്ല സേഫ്റ്റി ഉള്ള സ്ഥലമായിരിക്കണം. വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാലും നമുക്ക് എന്തെങ്കിലും പറ്റിയാലും വണ്ടിയിൽ ഇപ്പൊ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നത്തിന് ഏകദേശം 35 ലക്ഷം രൂപയൊക്കെ അടുത്ത് വില വരും. അപ്പൊ ഇത് ആരെങ്കിലും മോഷിച്ചുകൊണ്ട് പോലെ ചെയ്താലും എല്ലാം നമുക്ക് പ്രശ്നമാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തില് നമ്മുടെ സേഫ്റ്റി, വണ്ടിയുടെ സേഫ്റ്റി, വണ്ടിയിൽ കൊണ്ടുപോകുന്ന നമ്മുടെ എന്ത് സാധനമാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ഇതിലിപ്പോ എഥനോളല്ല ബയോഡീസലാണ് കൊണ്ടുപോകുന്നത്. ഈ ബയോഡീസൽ, ഈ 3 കാര്യങ്ങളുടെ സേഫ്റ്റി നമ്മൾ നോക്കണം. കാരണം വണ്ടിയുടെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിലൊക്കെ പറഞ്ഞാൽ 400 അല്ലെങ്കിൽ 350 ലിറ്റർ അങ്ങനെ ടാങ്ക് ആയിരിക്കും ഇരിക്കുന്നത്. അത് നിറച്ച് ഡീസൽ ഉണ്ടെങ്കിൽ ഈ ഒരു മോട്ടോർ വെച്ച് കൊണ്ട് പമ്പ് ചെയ്തുകൊണ്ട് പോകുക. നമ്മളെ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് കൂടെ സ്പ്രേ ചെയ്ത് നമുക്ക് ബോധം പോകും. ആ സമയത്ത് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് അതിൽ കൂടെ മൊത്തം ഡീസൽ ഊറ്റിക്കൊണ്ടു. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്യാപ്പ് ഇട്ട് ഗ്ലാസ് ഫുൾ അടച്ചിട്ട് കിടക്കാൻ പറ്റത്തുള്ളൂ. ഗ്ലാസ് ഒക്കെ നമ്മൾ അടച്ച് സേഫ്റ്റി ആയിട്ട് കിടക്കത്തുള്ളൂ. അത് ഗ്ലാസ് അടയ്ക്കുന്ന സേഫ്റ്റി അല്ല, നമ്മൾ വണ്ടി എവിടെ നിർത്തുമോ ഉള്ളതിനാണ് ഇതിന്റെ സേഫ്റ്റി ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ മാക്സിമം എവിടെയായിരിക്കും നിർത്താൻ ഉദ്ദേശിക്കുന്നത്? അതെ അതെ, ഈ വണ്ടി തന്നെ ഇതിന്റെ ബാറ്ററി, ഇതിന്റെ ബാറ്ററി ഇരിക്കുന്ന ക്യാബിനുള്ളിലാണ്. സാധാരണ എല്ലാ വണ്ടിയുടെയും ബാറ്ററി വെളിയിലാണ്, ക്യാബിന്റെ പുറത്ത് നമ്മൾ ചേസിയിലായിരിക്കും വെക്കുന്നത്. ഇത് ക്യാബിനുള്ളിൽ വെക്കാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് മോഷണം ഒന്നും പോകാതിരിക്കാൻ വേണ്ടി കൂടെയാണ്. പിന്നീട് നമ്മൾ മിക്കവാറും സ്റ്റേ ചെയ്യുന്ന ഒന്നെങ്കിലും ടോൾ പ്ലാസകളിൽ വണ്ടി ഹാൾട്ട് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും സെക്യൂരിറ്റി ഉള്ള ധാബകളിൽ വണ്ടി ഹാൾട്ട് ചെയ്യും. ധാബകൾ എന്ന് പറയുമ്പോ അത് ഈ ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന നോർത്ത് സൈഡിലുള്ള കടകളാണ്. അവിടെ ആണെങ്കിൽ വണ്ടി ഹാൾട്ട് ചെയ്തിട്ട് അവിടെ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ രാവിലെ അവർക്ക് 20 രൂപ 30 രൂപ കൊടുത്താൽ മതി. അവിടെ നമുക്ക് സേഫ്റ്റി ആയിട്ട് വണ്ടി ഇടാൻ പറ്റും. അപ്പൊ അവിടെ കുളിക്കാനും നമുക്ക് പ്രാഥമികമായിട്ട് ചോദിച്ചു പോകാനുള്ള സൗകര്യമാണ്, ഭക്ഷണം കഴിക്കാൻ പറ്റും. സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. ടോൾ പ്ലാസയിൽ ഇതേ സൗകര്യം കിട്ടുന്നതാണ്. പിന്നെ നമ്മളിപ്പോ കൊണ്ടുപോകുന്ന ഈ ബയോഡീസൽ എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഇത്? ഈ ബയോഡീസൽ ഇതിപ്പോ നമ്മൾ കൊണ്ടുപോകുന്നത് പ്ലാന്റിലോട്ടാണ് കൊണ്ടുപോകുന്നത്. IOC എന്ന് പറയുമ്പോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പമ്പുകളിലേക്കൊക്കെ ഡീസലും പെട്രോളും കൊണ്ടുപോകുന്ന ബില്ല് അതിന്റെ ബൾക്കായിട്ട് സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജ് സ്ഥലത്തോട്ടാണ് കൊണ്ടുപോകുന്നത്. ഇത് അവിടെ ഒരു 20% ഡീസൽ മിക്സ് ചെയ്യും. ഒറിജിനൽ ഡീസൽ ബയോഡീസൽ നാച്ചുറൽ ഡീസലിലോട്ട് ഇത് മിക്സ് ചെയ്യും. ഇത് ആർട്ടിഫിഷ്യലായിട്ട് മെയ്ഡ് തന്ന ഇത് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് അത് കൊണ്ടുപോകും, ബങ്കുകളിൽ കൊണ്ടുപോയിട്ട് വണ്ടികൾ ഉപയോഗിക്കും. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം ഇടത്തിന്റെ ക്വാളിറ്റി മുഴുവൻ ചെക്ക് ചെയ്ത് ഇത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ നമുക്ക് അൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് സാമ്പിൾ ആണ്. അതെ, ഇത് നമ്മൾ അവിടെ ചെല്ലുമ്പോ നമ്മളവിടെ എൻട്രി ചെയ്യുന്ന സമയത്ത് ഇത് കേടനുസരിച്ചായിരിക്കും ഓർഡർ എടുക്കുന്നത്. ആ സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബുക്കും പേപ്പറും, നമ്മുടെ ലൈസൻസ്, പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന കമ്പനിയിൽ തരുന്ന പേപ്പറുകളെ ഇൻവോയ്സ്, ഇ-വേ ബില്ല്, പിന്നെ ഇതും ചിലയിടത്ത് ചോദിക്കും. അപ്പൊ അതിനുവേണ്ടിയാണ് ഇവിടെ